ആ ഗൈസ് വെൽക്കം ടു ഡേ 3. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ കുഞ്ചുവിനെ മേലക്കോണത്തേക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി കണ്ടുകൊണ്ട് അക്കു അമ്മൂസും നമ്മുടെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്കൂളിൽ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മളെ വണ്ടി വന്നത്. അങ്ങനെ എന്നെ കണ്ടത് രണ്ടുപേരും ഓടി അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുഞ്ചു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ പരീക്ഷയ്ക്കൊക്കെ മോഡൽ പരീക്ഷ നടക്കുകയാണ്, എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും ഇംഗ്ലീഷിനും ഹിന്ദിക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ആ സമയത്താണ് നമ്മളെ താരം വരുന്നത്, തുമ്പി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് വന്നത്. കാരണം അവളെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ കുഞ്ചു തുമ്പിയും കൂടെ എടുത്തുകൊണ്ട് വന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ അമ്മൂസിൻ്റെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓട്ടോ കിട്ടാൻ വേണ്ടി ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തുമ്പിയെയും കൂടെ കുഞ്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് തുമ്പിയും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുഞ്ചുവിൻ്റെ ഉമ്മയെ ഞാൻ അങ്കൻവാടിയിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ അങ്കൻവാടി കൊണ്ടുപോയി ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടു. അത് കഴിഞ്ഞ ശേഷം നമ്മളെ കുഞ്ചുവാണ് വണ്ടി ഓട്ടിച്ചത്. കുഞ്ചു ആദ്യമായിട്ട് പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് കുഞ്ചുവിൻ്റെ വീട്ടിൻ്റെ ആ ഒരു വഴിയൊക്കെ കുഞ്ചു ആദ്യമായിട്ട് വണ്ടിയൊക്കെ ഓട്ടിച്ച് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ആർക്കയിലേക്ക് വന്നു. കുഞ്ചുവിനൊരു ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നു. അപ്പം കുഞ്ചുവിനെ ഈ ചെരുപ്പാണ് കുഞ്ചു ഫൈനലായിട്ട് എടുത്തത്. അത് കഴിഞ്ഞ ശേഷം കുഞ്ചു ഒരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കലങ്ങിലുള്ള ഷീജാസിനാണ് കുഞ്ചുവിന് ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടി പോയത്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കാമെന്ന ചേട്ടന്മാർ ലോഷന്, ഡെറ്റോള്, സോപ്പ്, അങ്ങനെ ഈ 3 കാര്യങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കുഞ്ചുവിൻ്റെ ഉമ്മ ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. വീട്ടിൽ പോളി കാർബൺ ഷീറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ പണി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്, തൊട്ടടുത്ത് കുഴിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് എല്ലാം ഫുള്ളായിട്ടുണ്ടായിരുന്നു ഗൈസ് ആദ്യമായിട്ട്. അങ്ങനെ തിരിച്ച് വൈകിട്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നോമ്പ് മുറിക്കാൻ വേണ്ടി. കുഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചൂട് ബിരിയാണിയും കഞ്ഞിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പം കുഞ്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ചു വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രാത്രി നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ പണി തീർന്നു എന്ന് പറഞ്ഞ് ചേട്ടന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഒരു ഓട്ടോയൊക്കെ വിളിച്ച് പണി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. വലിയൊരു കുഴിയൊക്കെ എടുത്ത് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കുഴിയൊക്കെ മൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേട്ടനടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഫുൾ കോസ്റ്റായിട്ട് വന്നത് 9,000 രൂപയാണ്. അപ്പോൾ ആ സമയത്ത് ക്യാഷ് എല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് ചേട്ടന്മാർ നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു കുഞ്ചുവിൻ്റെ കസിൻ മുനീറിനെ പനി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.